അമ്മു സജീവിൻ്റെ മരണം ആത്മഹത്യയോ അതോ കൊലപാതകമോ? കൊലപാതകമായിരിക്കുകയില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഏതായാലും ഒരു നഴ്സിംഗ് കോളേജിൻ്റെ ക്യാമ്പസ്, അങ്ങനത്തെ ഒരു ക്യാമ്പസിൽ നടക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഈ പ്രത്യേക നഴ്സിംഗ് കോളേജിൻ്റെ ക്യാമ്പസിൽ നടന്നതായിട്ട് നാം മനസ്സിലാക്കുന്നത്. അതായത് കേരളത്തിൽ നിന്നുള്ള മാലാഖമാർ ലോകത്തെമ്പാടുമുണ്ട്. എവിടെ തൊഴിലില്ലായ്മ രൂക്ഷം, അതായത് കേരളത്തിൽ എപ്പോഴൊക്കെ തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ കേരള സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തിയിട്ടുള്ളതാണ് കേരളത്തിലെ മാലാഖമാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി തൊഴിൽ ചെയ്ത് അങ്ങനെ അയക്കുന്ന പ്രവാസി പണം. അങ്ങനെയുള്ള ഒരു മേഖലയിലാണ് ഇതുപോലെ അങ്ങനെയുള്ള അതിലേക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. അതായത് ഇത് നമ്മളൊരു സാധാരണ ക്യാമ്പസിൽ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ ആൺകുട്ടികളിലും ചിലപ്പോഴൊക്കെ പെൺകുട്ടികളും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോഴൊക്കെയല്ല ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. എങ്കിൽ തന്നെയും അങ്ങനെ മറ്റു എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസോ അതും അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ക്യാമ്പസോ അല്ലെങ്കിൽ ഒക്കെ പോലെയല്ല ഒരു മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ, അതായത് അസൂയാലുക്കളായ സുഹൃത്തുക്കൾ വഴി ശല്യം കൊണ്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ആണെങ്കിലും ഒരു നഴ്സിംഗ് കോളേജ് ക്യാമ്പസ് ആണെങ്കിലും ഒരു കാരണവശാലും നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? ഈ പറയപ്പെട്ട രണ്ട് പ്രൊഫഷനും മെഡിസിനും അതുപോലെ തന്നെ നഴ്സിങ്ങും പരസ്പര പൂരകങ്ങളായ മേഖലകളാണ്. ഈ രണ്ടിടത്തും രോഗികൾക്ക്, അതായത് ഒരു വ്യക്തി ഏറ്റവും ഹതഭാഗ്യനായി തീരുന്ന സമയമാണ് രോഗാവസ്ഥ എന്ന് പറയുന്നത്. ആ രോഗാവസ്ഥയിൽ അവർക്ക് സഹായം കിട്ടേണ്ടതാണ് ഈ രണ്ട് മേഖലകളിൽ നിന്നും പുറത്തിറങ്ങുന്നവർ. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും പരസ്പര ബഹുമാനവും സ്നേഹവും കരുണയും ഒക്കെ ഉള്ളവരായിരിക്കണം, ഒക്കെ ഊട്ടി വളർത്തുന്നതായിരിക്കണം അത്തരം ക്യാമ്പസുകൾ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ചുട്ടിപ്പാറ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ്. അതൊരു നഴ്സിംഗ് കോളേജാണ്. അവിടെയാണ് മാലാഖമാർ സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങനെ മാലാഖമാർ സൃഷ്ടിക്കപ്പെടേണ്ട ഒരു ക്യാമ്പസിലാണ് ഇതുപോലെ അസൂയയും കുശുമ്പും ഒക്കെ ആയിട്ട് 3 പേർ ചേർന്ന് ഒരു സഹപാഠിയെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇത് ആക്ച്വലി ആ കുട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ ആ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് നമുക്ക് സംശയിക്കാൻ യാതൊരു കാരണവുമില്ല. എങ്ങനെയാണ് ആ കുട്ടിയുടെ സ്വഭാവം നാം മനസ്സിലാക്കുന്നത്? നമുക്ക് ഒറ്റ കാര്യം മതി കുട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ. അടുത്ത മാസം അവർ കോളേജ് ടൂർ പോകാനിരിക്കുകയാണ്. ഈ ടൂർ പോകുന്ന ഗ്രൂപ്പിൻ്റെ ലീഡർഷിപ്പ് അവരുടെ അധ്യാപിക പറയുന്നു അമ്മു സജീവിനെയാണ് ലീഡർഷിപ്പ് ഏൽപ്പിക്കുന്നത് എന്ന്. എങ്ങനെയുള്ള കുട്ടിയാണ് സാധാരണ ഇങ്ങനെ ഒരു ടൂറൊക്കെ പോകുമ്പോൾ അത് ചിലപ്പോൾ രാത്രിയും പകലും ദിവസങ്ങൾ നീളുന്നതുമായിരിക്കാം അത്തരം ഒരു ടൂറ്. അങ്ങനെ ഒരു ടൂർ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. നമുക്കറിയാം ഓരോ സിനിമകളൊക്കെ വരുന്നത് ടൂർ പോയിട്ട് പിന്നെ സൂയിസൈഡ് പോയിന്റിൽ അകപ്പെട്ടു പോകുന്നത്, പിന്നെ അവരെ രക്ഷപ്പെടുത്താൻ പോകുന്നത്. അതായത് എവിടെയൊക്കെ പോകാം, എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ആകാം എന്നതിനെ പറ്റിയൊക്കെ സ്പഷ്ടമായ ചില ധാരണകളോടുകൂടിയാണ് വിദ്യാർത്ഥിനികളെ ടൂറിന് ടീച്ചേഴ്സ് അയക്കാറുള്ളതും ടീച്ചേഴ്സ് അവരെ അക്കമ്പനി ചെയ്യാറുള്ളതും. അപ്പോൾ അങ്ങനെ അക്കമ്പനി ചെയ്യേണ്ട ഒരു അധ്യാപികയുടെ റോളാണ് ഈ കുട്ടിക്ക്, അവിടുത്തെ വിദ്യാർത്ഥിനിയായ അമ്മു സജീവിന് അധ്യാപിക ചാർത്തി കൊടുക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചാർത്തി കൊടുക്കുന്നത്? അധ്യാപിക പിന്മാറ്റക്കാരി ആയതുകൊണ്ടല്ല. അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അമ്മു സജീവിൻ്റെ സ്വഭാവത്തിൽ, ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ, എല്ലാവിധ സവിശേഷ ഗുണങ്ങളുമുള്ള ഒരു കുട്ടി. ആ കുട്ടിയെയാണ് ഒരു അധ്യാപിക ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ നോട്ട ചുമതല ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ നോട്ട ചുമതല ഏൽപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ച വിദ്യാർത്ഥിനി ഉടനെ ഈ 3 കുട്ടികൾ, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ 3 കുട്ടികൾ ചെന്ന് പറയുകയാണ് ഈ അമ്മു സജീവിനെയാണ് ഇതിൻ്റെ മേൽനോട്ട ചുമതല ഏൽപ്പിക്കുന്നത് എങ്കിൽ ഞങ്ങൾ ടൂറിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അപ്പോൾ എത്ര വ്യക്തിവൈരാഗ്യം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് അമ്മു സജീവാണ് ഞങ്ങളെ നയിക്കുന്നത് എങ്കിൽ ഈ ടൂർ പാർട്ടിയിൽ ഞങ്ങൾ വരുന്നില്ല എന്ന് അധ്യാപികയോട് തുറന്നടിക്കണമെങ്കിൽ
അവർ എത്ര വൈരാഗ്യബുദ്ധി ഉള്ളവരായിരിക്കണം എന്ന് മാത്രം നാം വിചാരിച്ചാൽ മതി. അപ്പം നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഒരു പക്ഷേ ഈ അമ്മു സജീവിൻ്റെ സജീവ ഗുണങ്ങൾ, ഈ ഗുണങ്ങൾ കണ്ടിട്ടായിരിക്കാം പഠനത്തിൽ അവൾ ശ്രേഷ്ഠയായിരിക്കാം, സ്വഭാവത്തിൽ അവൾ ഉത്കൃഷ്ടയായിരിക്കാം, ലീഡർഷിപ്പ് ക്വാളിറ്റിയിലും അവൾ സമ്പന്നയായിരിക്കാം. ഈ ഗുണഗണങ്ങൾ കൊണ്ട് തന്നെയാകാം ഈ മൂവർ അവളുടെ നോട്ടപ്പുള്ളിയായത്. അതായത് ഈ മൂവർ ഒരു പക്ഷേ ചരിക്കുന്ന മേഖലകൾ ഈ അമ്മു സജീവിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത മേഖലകളിലൂടെയായിരിക്കണം ഈ 3 കുട്ടികളും ചരിക്കുന്നത്. അപ്പം ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ 3 കുട്ടികൾക്കും തീർച്ചയായിട്ടും അമ്മു സജീവിനോട് കടുത്ത കലഹം, ദേഷ്യം, ഭിന്നാഭിപ്രായം തോന്നിയിരിക്കാം. അതിൻ്റെയൊക്കെ പ്രകടനമായിരിക്കാം നിരന്തരം അവളെ അലോസരപ്പെടുത്തുകയും അമ്മു സജീവിനെ അലോസരപ്പെടുത്തുകയും അവളുടെ പഠനത്തെ ബാധിക്കുന്ന തരത്തിൽ എപ്പോഴും അവളെ ഭർസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം സംജാതമായി അവളെ ഏതെങ്കിലും തരത്തിൽ വകവരുത്തണം എന്ന ചിന്ത, അതായത് പറഞ്ഞ് പ്രേരിപ്പിച്ച് അവളെ ആത്മഹത്യയിലേക്ക് നയിക്കുക, അല്ലെങ്കിൽ ആത്മഹത്യ മുനമ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് അവളെ മനഃപൂർവ്വമായിട്ട് തള്ളിയിട്ട് ഒരു പക്ഷേ ഈ സാഹചര്യത്തിൽ നഴ്സിംഗ് കോളേജിൻ്റെ മുകളിൽ നിന്ന് അവളെ ഇവർ തള്ളിയിട്ടില്ല എന്ന എന്ത് ഉറപ്പാണുള്ളത്? അവൾ ഒരു പക്ഷേ എഴുതി വെച്ചിരിക്കാം. അത് തന്നെ ഇനി പരിശോധന നടത്തുമ്പോഴേ അവൾ തന്നെ എഴുതിയ എഴുത്താണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആണെങ്കിലും അല്ലെങ്കിലും ഇത് മനഃപൂർവ്വമായിട്ട് അവളെ കൊല്ലാൻ വേണ്ടി ഒരുക്കിയ ഒരു കെണിയായിരുന്നു. ആ കെണിയിൽ അവളെ ഒന്നുകിൽ അകപ്പെടുത്തി, അല്ലെങ്കിൽ അവൾ പെട്ടുപോയി. അതായത് മനം നൊന്ത്, എനിക്ക് തോന്നുന്നില്ല ഒരു നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അവൾ സൈക്കോളജിക്കലായിട്ട് പോലും തയ്യാറെടുപ്പിലാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങാൻ, മറ്റുള്ളവരെ സമാശ്വസിപ്പിക്കാൻ, അങ്ങനെ പരിചരണം നടത്താൻ. നമുക്കറിയാം നല്ല ഒരു നേഴ്സ്, അവരെ എന്തുകൊണ്ടാണ് മാലാഖ എന്ന് പേരിട്ട് വിളിക്കുന്നത്? പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാരെ ഈ ക്വാളിറ്റീസൊക്കെ അവർക്ക് വേണ്ടുവോളം ഉണ്ട്. അതുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കുന്നതും അങ്ങനെ പെരുമാറുന്നതും. ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന നേഴ്സുമാർ കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാരാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ നഴ്സിങ്ങിന് പഠിക്കുന്ന ഒരു കുട്ടി, അതിലെ അധ്യാപകർക്കൊക്കെ ഇഷ്ടമുള്ള, അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി കണ്ടുകൊണ്ട് ടൂർ പോകുന്നവരുടെ നയിക്കേണ്ട കുട്ടിയാണ് നീ എന്ന് അധ്യാപിക തന്നെ ആവശ്യപ്പെടുന്ന തരത്തിൽ ക്വാളിറ്റിയുള്ള കുട്ടി. ആ ഒറ്റ കാരണം മതി ആ കുട്ടിയുടെ നന്മ നമുക്ക് കണ്ടെത്താനായിട്ട്. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ സഹോദരൻ പത്രക്കാരോടുമൊക്കെ വളരെ ശക്തമായിട്ട്, കാരണം ആ സഹോദരൻ അറിയാം തൻ്റെ സഹോദരി എന്താണ്, തൻ്റെ സഹോദരിയുടെ രീതികൾ എന്താണ് എന്നൊക്കെ മാതാപിതാക്കൾക്കും അറിയാം. അതുകൊണ്ടാണ് അവരൊക്കെ ആവർത്തിച്ച് പറയുന്നത്, ഞങ്ങളുടെ മകൾ അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറയുന്നത്, എൻ്റെ പെങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല, ഇത് കൊലപാതകം പോലെ തന്നെ. അഥവാ അവർ തീർച്ചയായും കൊലപാതകം എന്ന് സംശയിക്കുന്നുണ്ടാകാം. ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് അവളെ താഴേക്ക് ഇട്ട് കാണും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക്, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അവളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോകേണ്ടത്, അവളുടെ വീട് തിരുവനന്തപുരത്താണ് എന്ന് പറയുന്നു. അതിലും ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം ഇവൾ ഒരു തരത്തിലും രക്ഷപ്പെടരുത്, ആ വിചാരം കൊണ്ട് തന്നെയാണ് അവളെ കോട്ടയത്ത്, അതായത് ആ കുട്ടിയുടെ കുടുംബം പറയുന്നു അമ്മ വീട് കോട്ടയത്താണ്. അപ്പോൾ അമ്മ വീട് കോട്ടയത്താണെങ്കിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ട് അമ്മ വീട്ടിലേക്കൊന്ന് അറിയിച്ചാൽ മതി, അവിടെ അപ്പോഴേക്കും പാഞ്ഞെത്തിക്കൊള്ളും ആൾക്കാർ. അതിന് പോലുമുള്ള സാവകാശം കൊടുക്കാതെ, അവരോട് ഒന്ന് അഭിപ്രായം പോലും ചോദിക്കാതെ, ഏതോ ഒരു തസ്കരൻ അതിനകത്ത്, ആ വണ്ടിക്കകത്ത്, ആംബുലൻസിനകത്ത് നുഴഞ്ഞു കയറിയിരുന്ന ഒരു കൊലപാതകി, അവൻ ശരിക്കും കൊലപാതകി തന്നെയാണ്. അവനാണ് പറയുന്നത് ഈ കുട്ടിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയാൽ മതി, അവിടെയാണ് വീട് എന്ന് പറയുന്നത്. അപ്പം മറ്റത് മറച്ചു വെച്ചു, അമ്മ വീട് കോട്ടയത്താണെന്നും കോട്ടയത്താണ് എളുപ്പം കൊണ്ടുപോകാമെന്നും, ജീവൻ രക്ഷിക്കണമെന്ന് ആഗ്രഹമില്ല. എങ്ങനെയും ഇവളെ കൊല്ലണം, ഇവൾ ചത്തു കിട്ടണം, ഇവൾ മരിച്ചു കിട്ടിയാലേ ഞങ്ങളുടെ ഇൻട്രസ്റ്റ് നടപ്പാകുകയുള്ളൂ. അതാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ആ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കാണിക്കാതെ നേരെ തിരുവനന്തപുരത്തേക്ക് വരുന്നതും ഓൺ ദ വേ മരിച്ചതും. ഓൺ ദ വേ മരിക്കുന്നതിന് മുൻപ് എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെയും ഈ പറയപ്പെട്ട ക്രൂര കരങ്ങൾ അവളെ ഉപദ്രവിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ മരണത്തിലേക്ക് അവളെ തള്ളിവിട്ടിട്ടുണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഇതൊക്കെ ആ കൂടെ ഉണ്ടായിരുന്നവരെ വേണ്ട രീതിയിൽ പോലീസ് കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമേ അറിയാനൊക്കൂ. ഏതായാലും കേരളത്തിൽ നിന്നുള്ള ഈ മാലാഖമാരുടെ സ്വഭാവം ഇങ്ങനെ വികൃതമാകാൻ പാടില്ല. അവരുടെ ക്യാമ്പസുകൾ ഇതുപോലെ വികൃതങ്ങളായ ക്യാമ്പസുകളായി മാറാൻ പാടില്ല. മറ്റ് ക്യാമ്പസുകൾ പോലെയല്ല ഈ മാലാഖമാരെ വളർത്തിയെടുക്കുന്ന ക്യാമ്പസ്.
എപ്പോഴും എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് ഈ ക്യാമ്പസിനെയും മാറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെയുള്ള വൃത്തികെട്ട അല്ലെങ്കിൽ ഇത്തരക്കാർ ആ ക്യാമ്പസിലുണ്ടെങ്കിൽ അവരെ പുറത്താക്കണം, അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം, അവർ പുറം ലോകം കാണാൻ അനുവദിക്കരുത്. ഇത്രയും നല്ല ഒരു ക്വാളിറ്റിയുള്ള കുട്ടിയെ അതിൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കത്തക്ക രീതിയിൽ ഇനി അവർ തള്ളിയിട്ട് കൊന്നതല്ല, പ്രേരിപ്പിച്ച് ആത്മഹത്യ ചെയ്യിച്ചതാണെങ്കിൽ പോലും ആ മഹാപാതകം, അവൾ മരിക്കാതിരിക്കാമായിരുന്നു അവളെ സമയത്ത് ഹോസ്പിറ്റലൈസ് ചെയ്തിരുന്നെങ്കിൽ. അപ്പം ഹോസ്പിറ്റലിനെ പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ കൽക്കട്ടയിൽ മെഡിക്കൽ കോളേജിൽ എന്താ സംഭവിച്ചതെന്ന്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളോ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അവർക്ക് വ്യക്തിപരമായി ആരോടെങ്കിലും ആരെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള വിചാരമോ ക്യാമ്പസ് നന്നായിരിക്കണമെന്നുള്ള വിചാരമോ ഒന്നും തന്നെ കാണുകയില്ല. ഈ ഗവൺമെൻറ് സംവിധാനങ്ങളിൽ മിക്കവാറും അധ്യാപകരാകട്ടെ ആരുമാകട്ടെ അവർ വരും, അവരുടെ ജോലി ചെയ്യും, കടന്നു പോകും. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നോക്കാനുള്ള താല്പര്യമൊന്നും അവർക്കുണ്ടാവില്ല. എനിക്ക് എന്ത് വേണം എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇതൊക്കെ മാറ്റിയെടുക്കേണ്ടതാണ് നമ്മുടെ സമൂഹത്തിൽ. കുട്ടികളെ സ്വന്തം മക്കളെ പോലെ അധ്യാപകർ സ്നേഹിക്കുകയും അവരുടെ, അതായത് ഇങ്ങനെ ഒരു കുട്ടിയോട് പകയോടുകൂടിയാണ് 3 പേർ പെരുമാറുന്നത് എന്ന് മാതാപിതാക്കൾ തന്നെ അവിടെ അറിയിച്ചപ്പോൾ, പ്രിൻസിപ്പൽ അടക്കമുള്ളവരെ അറിയിച്ചപ്പോൾ കൃത്യമായിട്ട് അതിൽ ഇടപെടണമായിരുന്നു. എന്താണ് കാരണം, എന്ത് കാരണം കൊണ്ടാണ് ഈ കുട്ടിയെ ഇങ്ങനെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഇടപെട്ട് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ വേണ്ട സത്വര ശ്രമം നടത്തിയിരുന്നെങ്കിൽ അമ്മു സജീവ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുമായിരുന്നു. കേരളത്തിനൊരു നല്ല മാലാഖയെ കിട്ടുമായിരുന്നു, ലോകത്തിനൊരു നല്ല മാലാഖയെ കിട്ടുമായിരുന്നു. ആ മാലാഖയെ ഇല്ലാതെയാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ആ കോളേജിനും അതിൻ്റെ പ്രിൻസിപ്പലിനും ഈ 3 സഹപാഠികൾ എന്ന് പറയുന്ന വൃത്തികെട്ടവർക്കും, അവരെ സഹപാഠികൾ എന്ന് വിളിക്കാൻ പാടില്ല, കൊലപാതകികൾ എന്ന് വേണം നമുക്ക് വിളിക്കാൻ. ആ കൊലപാതകികൾക്കും ഒക്കെ വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം. അമ്മു സജീവിന് നീതി കിട്ടട്ടെ, അമ്മു സജീവിൻ്റെ മാതാപിതാക്കൾക്കും നീതി കിട്ടട്ടെ. സിദ്ധാർത്ഥിന് സംഭവിച്ചതുപോലെയാണ് ഇവിടെ അമ്മു സജീവിനും സംഭവിച്ചിരിക്കുന്നത്. ഇത്തിരിയും കൂടി വ്യത്യാസമുണ്ട് എന്ന് മാത്രം. സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു എങ്കിൽ അമ്മു സജീവിൻ്റെ കാര്യത്തിൽ മറ്റെന്തൊക്കെയോ ദുരുദ്ദേശങ്ങൾ വെച്ചുകൊണ്ട്, ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് നടത്തിയ ക്രൂരകൃത്യമായിരുന്നു. 2 പേരുടെയും ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.